വിളിച്ചാൽ എന്നരികിലുണ്ടെപ്പോഴും ദൈവം. കണ്ണുകൾ നിറഞ്ഞാൽ കനിവോടെ കണ്ണീർ തുടയ്ക്കാൻ. ഒന്ന് വിളിച്ചാൽ എന്നരികിലുണ്ടെപ്പോഴും ദൈവം. കണ്ണുകൾ നിറഞ്ഞാൽ കനിവോടെ കണ്ണീർ തുടയ്ക്കാൻ. നിരാശയും നിശ്വാസവും നീങ്ങിടും യേശുവിൻ മൃദുസ്പർശനവേളയിൽ. ഒന്ന് വിളിച്ചാൽ എന്നരികിലുണ്ടെപ്പോഴും ദൈവം. കണ്ണുകൾ നിറഞ്ഞാൽ കനിവോടെ കണ്ണീർ തുടയ്ക്കാൻ. നിമിഷവും എന്നെ അറിയും ദൈവമേ. ഓരോ നിമിഷവും എന്നെ അറിയും ദൈവമേ. നീ എന്നെ മറന്നാൽ ഈ ഭൂമിയിൽ ഞാനിന്ന് ശൂന്യനായി തീർന്നിടും. നീ എന്നെ മറന്നാൽ ഈ ഭൂമിയിൽ ഞാനിന്നു ശൂന്യനായി തീർന്നിടും. കൈവിടാത്തവൻ, എന്നെ കാത്തിടുന്നവൻ, എൻ കൂടെ ഉള്ളപ്പോൾ ഭയമെന്തിനായി. ഒന്ന് വിളിച്ചാൽ എന്നരികിലുണ്ടെപ്പോഴും ദൈവം. കണ്ണുകൾ നിറഞ്ഞാൽ കനിവോടെ കണ്ണീർ തുടയ്ക്കാൻ. ദൈവത്തിന്റെ അതിപരിശുദ്ധ നാമം സ്തുതിക്കപ്പെടുമാറാകട്ടെ. ഇന്നത്തെ ചിന്താവിഷയം ജീസസ് ആൻഡ് വി ആർ അണ്ടർ വൺ ബാനർ. യേശുവും നാമം ഒരു കൊടിക്കീഴിൽ ആയിരിക്കുക. വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 15-ാം അധ്യായം 31-ാം വാക്യം. Luke's Gospel, chapter 15, verse 31. And he said to him, Son, you are ever with me, and all that I have is yours. മകനെ, നീ എപ്പോഴും എന്നോട് കൂടെ ഇരിക്കുന്നുവല്ലോ, എനിക്കുള്ളതെല്ലാം നിന്റേതാകുന്നു. സ്നേഹവാനായ പിതാവേ, ഞങ്ങളുടെ അധരത്തിലെ ഓരോ വാക്കുകളും ഹൃദയത്തിലെ ധ്യാനവും തിരുസന്നിധിയിൽ പ്രസാദകരമായിരിക്കുവാൻ പരിശുദ്ധാത്മാവ് ദൈവമേ ഞങ്ങളെ സഹായിക്കണം. പരിശുദ്ധാത്മാവേ, അവിടുന്ന് ഞങ്ങളെ പഠിപ്പിക്കണം. അവിടുന്ന് അങ്ങനെ ചെയ്യുന്നതിനായി നന്ദി, അനുഗ്രഹിച്ചതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ഒരു പിതാവും മകനും തമ്മിലുള്ള ദൃഢബന്ധത്തിന്റെ ആഴമാണ് ഇവിടെ നാം ദർശിക്കുന്നത്. എനിക്കുള്ളതെല്ലാം അവന്റേതാകുന്നു. എത്ര മഹത്തായ സ്നേഹം! ദൈവവും നാമും തമ്മിലുള്ള ബന്ധവും അപ്രകാരം തന്നെ ആണ്. നാം ദൈവത്തിന്റെ അവകാശികളാണ്. നാം ക്രിസ്തു യേശുവിൽ ലയിച്ച് ഒന്നായി തീരുമ്പോൾ ദൈവിക ഭാവം നമ്മിലും വെളിപ്പെടും. നമ്മിലെ ആഗ്രഹങ്ങൾ അവിടുത്തോട് ചേർത്ത് വെച്ച് ചിന്തിച്ച് പ്രവർത്തിക്കുവാൻ നമുക്ക് സാധിക്കണം. എത്ര നിസ്സാരമായ പ്രവൃത്തികളായാലും അത് സന്തോഷത്തോടെ നന്മയ്ക്കായി ചെയ്യുക എന്നതാണ് നമ്മുടെ കടമ. ദൈവം നമ്മോട് കൂടെ എല്ലായ്പ്പോഴും ഉണ്ട്. ദൈവവചനം അങ്ങനെയാണ് നമ്മളെ സ്ഥിരപ്പെടുത്തുന്നത്. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം 18-ാം വാക്യം. I will not leave you orphan. I will come to you. ഞാൻ നിങ്ങളെ ഒരു നാളും അനാഥരായി വിടുകയില്ല. ഈ തിരുവചനം നമ്മിൽ ധൈര്യവും പ്രത്യാശയും ഉളവാക്കുന്നു. ദൈവേഷ്ടം നിറവേറ്റപ്പെടുന്നതിനായി ആത്മസമർപ്പണം ആവശ്യമാണ്. നമുക്ക് ആശ്രയിക്കാവുന്ന ആശാകേന്ദ്രമാണ് ദൈവം. ദൈവഹിതത്തിന് നമ്മെ തന്നെ പൂർണ്ണമായി ഏൽപ്പിച്ചു കൊടുക്കാം. ജീവിക്കുന്ന സാക്ഷികളായി നമുക്ക് തീരാം. ദൈവം സകലവും നമ്മുടെ നന്മയ്ക്കായി മാത്രമേ ചെയ്യൂ എന്നതിൽ നമുക്ക് ഉറച്ചു വിശ്വസിക്കാം. ദൈവം നമ്മെ വഴി നടത്തും, നമ്മെ അനുഗ്രഹിക്കും. ഈ ചിന്തകളാൽ നമുക്ക് പ്രാർത്ഥിക്കാം.
ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. സ്നേഹവാനായ പിതാവേ, അങ്ങ് സ്നേഹപിതാവകയാൽ ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നപ്പ, അങ്ങയിൽ ആശ്രയിച്ച് പൂർണ്ണമായി സമർപ്പിച്ച് ജീവിപ്പാനുള്ള കൃപ അടിയങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകണം. ഇന്ന് വചനം കേട്ട് ഓരോ മക്കളെയും അവിടുന്ന് അനുഗ്രഹിക്കണം. കുടുംബമായി ഞങ്ങളെ കരുതുന്നതിനായി സ്തോത്രം. അടിയങ്ങൾ ഓരോരുത്തരും ചേർന്ന് നിൽക്കുന്ന കൂട്ടായ്മയെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. അവിടുത്തെ അനുഗ്രഹത്തിന്റെ ചിറകും കീഴിൽ സഭാവ്യത്യാസമെന്നെ ഒരുമിച്ച് നിൽക്കുവാൻ ഞങ്ങൾ ഓരോരുത്തരെയും സഹായിക്കണം. അവിടുത്തെ തിരുവചന പ്രകാരം ഞങ്ങൾ അന്യോന്യം പ്രാർത്ഥിക്കുന്നു. വിശുദ്ധർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്നുള്ള തിരുവചനം ഉൾക്കൊണ്ടുകൊണ്ട് അടിയങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ മാതൃരാജ്യമായ ഇന്ത്യയെ തിരുക്കരങ്ങളിൽ സമർപ്പിക്കുന്നു. അനുഗ്രഹിക്കണമേ. അനുഗ്രഹിക്കപ്പെട്ടൊരു രാജ്യമായി മാറട്ടെ. ദൈവഭയമുള്ള സ്തോത്രം, ദൈവത്തെ സ്നേഹിക്കുകയും അനുസരിക്കുകയും ചെയ്യുന്ന ദൈവമക്കളെ ബഹുമാനിക്കുന്ന ഒരു രാജ്യമായി മാറട്ടെ ഇന്ത്യ. മതസ്പർദ്ധ ഇന്ത്യയിൽ നിന്ന് വിട്ടുമാറട്ടെ. മതപീഡനം യേശുവിന്റെ നാമത്തിൽ വിട്ടുമാറട്ടെ. വിശേഷാൽ ദൈവമക്കളെ ഉപദ്രവിക്കുന്ന പ്രവണത ഇന്ത്യയുടെ എല്ലാ ഭാഗത്തുനിന്നും വിട്ടുമാറട്ടെ. എല്ലാ സംസ്ഥാനങ്ങളെയും പ്രത്യേകിച്ച് സമർപ്പിക്കുന്നു. വിശേഷാൽ കർണാടകത്തെ, കേരളത്തെ, തമിഴ്നാടിനെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. സ്തോത്രം. നന്ദിയോടെ സ്തുതിക്കുന്ന കർത്താവേ, അപ്പാ നീ ഞങ്ങൾക്ക് തന്നിരിക്കുന്ന ഭൗതിക നന്മകൾക്കായി സ്തോത്രം. ഞങ്ങളുടെ ഭവനങ്ങളെ സമർപ്പിക്കുന്നു, ഭവനത്തിലുള്ള മക്കളെ സമർപ്പിക്കുന്നു, തലമുറകളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. സ്തോത്രം, സ്തോത്രം. കർത്താവെ, യൗവനത്തിൽ തന്നെ അവിടുത്തോട് പറ്റിച്ചേർന്ന് നടക്കുന്ന വിശുദ്ധവർഗമായി മക്കൾ ജീവിക്കുവാൻ അവിടുന്ന് അവരെ സഹായിക്കണം. അവിടുന്ന് അവരുടെ ബുദ്ധിമണ്ഡലത്തെ അനുഗ്രഹിക്കണം. കുഞ്ഞുങ്ങളെ തകർക്കുവാനായി പിശാച് ഒരുക്കുന്ന എല്ലാ കെണിയിൽ നിന്നും കുഞ്ഞുങ്ങളെ അവിടുന്ന് വിടുവിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, മദ്യത്തിനും മയക്കുമരുന്നിനും അടിമകളായിട്ടുള്ള കുഞ്ഞുങ്ങളെ സമർപ്പിക്കുന്നു. മാനസിക വിഭ്രാന്തിയുള്ള മക്കളെ സമർപ്പിക്കുന്നു. കർത്താവെ, സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ നിന്ന് അത്തരത്തിലുള്ള പൈശാചിക ശക്തികൾ വിട്ടുമാറട്ടെ. മക്കളിലെ ഭയം വിട്ടുമാറട്ടെ. എല്ലാ സാംക്രമിക രോഗങ്ങളും മക്കളിൽ നിന്ന് വിട്ടുമാറട്ടെ. അപ്പോൾ അവിടുന്ന് മക്കളെ തൊട്ട് അനുഗ്രഹിച്ചിരിക്കുക. സ്തോത്രം. അവരുടെ സ്കൂളിലും കോളേജിനും അനുഗ്രഹിച്ചിരിക്കുക. സ്തോത്രം. അവരുടെ ടീച്ചേഴ്സിനെ അനുഗ്രഹിച്ചതിൽ നന്ദി പറയുന്ന കർത്താവെ, അവരുടെ സഹപാഠികളെ അവിടുന്ന് അനുഗ്രഹിക്കുന്നതിനായി സ്തോത്രം. കർത്താവ്, ഞങ്ങൾക്ക് തന്നിരിക്കുന്ന വയലുകളെ തിരുക്കരങ്ങളിൽ തരുന്നു. ഞങ്ങളുടെ അധ്വാന ഫലം അവിടുന്ന് അനുഗ്രഹിക്കുന്നതിനായി സ്തോത്രം. നെറ്റിയിലെ വിയർപ്പ് കൊണ്ട് അപ്പം ഭക്ഷിക്കുവാനായിട്ട് നീ തന്നിരിക്കുന്ന ഓഫീസുകളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ബിസിനസ്സിൻ്റെ അതിരുകളെ അവിടുന്ന് വിശാലപ്പെടുത്തുന്നതിനായി സ്തോത്രം. അകത്ത് വരുമ്പോഴും പുറത്തു പോകുമ്പോഴും തിരുസാന്നിധ്യം കൂടെ ഇരുന്ന് ഞങ്ങളെ മാനിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്നതിനായി സ്തോത്രം. ദൂരത്തും ചാരത്തുമായി പഠനത്തിനായി ജോലിക്കായി പോയിട്ടുള്ള ഞങ്ങളുടെ സഹോദരങ്ങളെയും ബന്ധുമിത്രാദികളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അവരായിരിക്കുന്ന ഇടങ്ങളിൽ അവിടുത്തെ ചിറകും കീഴിൽ അവരെ സൂക്ഷിച്ചുകൊള്ളണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കാലഘട്ടത്തിൻ്റെതായ ഹല്ലേലൂയ എല്ലാ സാംക്രമിക രോഗങ്ങളും യേശുവിൻ്റെ നാമത്തിൽ ഹല്ലേലൂയ ഞങ്ങളുടെ ജീവിതത്തിൽ നിന്ന് അവിടുന്ന് തുടച്ചു നീക്കുന്നതിനായി സ്തോത്രം. ഒരിക്കൽ കൂടി ഇന്നത്തെ ദിനത്തിനായി നന്ദി പറയുന്നു. അടിയങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം തന്ന് മാനിച്ചനുഗ്രഹിച്ചതിനായി നന്ദി. പ്രാർത്ഥനയും യാചനയും കേട്ടിരിക്കുക. സ്തോത്രപ്പ യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. അറിവിൻ നാളമായി എന്നിൽ തെളിയും ദൈവമേ, അറിവിൻ നാളമായി എന്നിൽ തെളിയും ദൈവമേ, നീ നൽകിടുന്ന താലന്തുകൾ എന്നുള്ളിലെന്നും കൃപയിൻ ധനം, നീ നൽകിടുന്ന താലന്തുകൾ എന്നുള്ളിലെന്നും കൃപയിൻ ധനം, അഗ്നിനാളമായി എന്നിൽ ആവസിക്കുന്നു. എൻ ജീവിതത്തിൻ അതിനാഥനായി ഒന്ന് വിളിച്ചാൽ എന്നരികിലുണ്ടെപ്പോഴും ദൈവം. കണ്ണുകൾ നിറഞ്ഞാൽ കനിവോടെ കണ്ണീർ തുടയ്ക്കാം. ഒന്നു വിളിച്ചാൽ എന്നരികിലുണ്ടെപ്പോഴും ദൈവം. കണ്ണുകൾ നിറഞ്ഞാൽ കനിവോടെ കണ്ണീർ തുടയ്ക്കാം. നിരാശയും നിശ്വാസവും നീങ്ങിടും യേശുവിൻ മൃദുസ്പർശനവേളയിൽ. ഒന്നു വിളിച്ചാൽ എന്നരികിലുണ്ടെപ്പോഴും ദൈവം. കണ്ണുകൾ നിറഞ്ഞാൽ കനിവോടെ കണ്ണീർ തുടയ്ക്കാം.